യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 65-ാം തിരുവചനം ഇപ്രകാരം നമ്മോട് അരുളി ചെയ്യുകയാണ്: എൻ്റെ പിതാവിൻ്റെ ആകർഷണം ലഭിക്കാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല. ശാലോം നൈറ്റ് വിജിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ ദൈവത്താൽ ആകർഷിക്കപ്പെട്ട് പിതാവിൽ നിന്നും വരം ലഭിച്ച് ശാലോം ടെലിവിഷന്റെ മുമ്പിലും ഇന്ന് ഈ ആലയത്തിലും കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പലതരത്തിലുള്ള കാറ്റുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇളം തെന്നലായി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആശ്വാസം നൽകുന്ന മന്ദമാരുതനെ അതിൻ്റെ അനുഭവം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ചില കൊടുങ്കാറ്റുകൾ ഈ നാളുകളിലെല്ലാം നമ്മൾ പത്രത്താളുകളിലൂടെ വായിച്ചിട്ടുണ്ട്. ചില കൊടുങ്കാറ്റുകൾ വന്ന് നമുക്കറിയാം, അത് നിശേഷം നശിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ഈ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അപ്പോസ്തല പ്രവർത്തനം 27-ാമത്തെ അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഇതാ പൗലോസും കൂട്ടുകാരും കൂടെ സമുദ്ര തീരത്തേക്ക് അവരുടെ യാത്ര എത്താനൊക്കെ ആയ ഒരു സാഹചര്യമാണ്. അവരുടെ ഉദ്ദേശമൊക്കെ യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഇതാ ഒരു കപ്പൽ യാത്ര. ആ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കവേ വളരെ പെട്ടെന്ന് ഒരു വടക്കൻ കാറ്റ് എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് അവരുടെ ആ സമയങ്ങളിൽ കരയിൽ ആഞ്ഞടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വടക്കൻ കാറ്റ് കരയിൽ ആഞ്ഞടിച്ചു. ആ ആഞ്ഞടിക്കൽ മുഖാന്തരം കപ്പല് ആടി ഉലഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ കപ്പലിന് ഈ കൊടുങ്കാറ്റിനെ എതിർത്ത് നിൽക്കാൻ സാധിച്ചില്ല. അവർ എന്ത് ചെയ്തു? ഈ കാറ്റിനനുസരിച്ച് ഈ കപ്പൽ ഒഴുകി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നീണ്ട രാത്രികളും ദിനങ്ങളും കടന്നുപോയി. പ്രത്യേകമായി പകലിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഇരുണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കൂടത്തിലുണ്ടായിരുന്ന പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി പറഞ്ഞു: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതാ ഉടൻ തന്നെ കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇതാ നമ്മൾ അടുത്ത് തന്നെ കരയ്ക്ക് അടുക്കും, അടുത്ത് തന്നെ നമ്മൾ ഒരു ദ്വീപ് കാണും. സ്നേഹമുള്ളവരെ, ഈ നൈറ്റ് വിജിലില് നാം പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ രക്ഷാമാർഗമൊന്നും കാണാതെ നമ്മുടെ ജീവിതമാകുന്ന കുടുംബമാകുന്ന കപ്പല് ഇതാ തീരത്തിൽ നിന്നും ആ തിരമാലയ്ക്ക് അടിമപ്പെട്ട് ഇതാ ലക്ഷ്യം കാണാതെ കാറ്റിന് അനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ ആയിരിക്കാം ഈ രാത്രിയിൽ നിങ്ങൾ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. എന്നാൽ ദൈവമായ കർത്താവ് പറയുകയാണ്: മക്കളെ, നിങ്ങൾ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ഞാൻ നിങ്ങളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. വിശ്വാസമുള്ളവരുടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് സ്ലീഹായുടെ ദൈവത്തെ എന്ന് വിളിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങളിൽ ഏറ്റവും സന്തോഷത്തോടെ ഗാന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഉരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഉരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ. ഉൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. ഇസ്രായേലിന് തണലായി മാറിയ പരിശുദ്ധാത്മാവേ ജീവിതവരവിൽ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. ഇസ്രായേലിന് തണലായി മാറിയ പരിശുദ്ധാത്മാവേ ജീവിതവരവിൽ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ
സന്തോഷം വന്നല്ലോ, സന്തോഷമെന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷമെന്നിൽ വന്നല്ലോ. പാപത്തിൻ ശാപത്തിനാ പാടുപെടുന്നവരെ, പാപത്തിൻ ശാപത്തിനാ പാടുപെടുന്നവരെ, സൗജന്യമാണി സൗഭാഗ്യമാകയാ, സൗജന്യമാണി സൗഭാഗ്യമാകയാ, സൗകര്യമാണിപ്പോൾ മനം തിരിവിൻ, സൗകര്യമാണിപ്പോൾ മനം തിരിവിൻ. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷമെന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷമെന്നിൽ വന്നല്ലോ. സന്താപം തീർന്നല്ലോ,